ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. പ്രശ്നം നിങ്ങളുടെയല്ല, നിങ്ങളുടെ കുടുംബത്തിന്റെയാ. സാധാരണ കെട്ടിച്ചു വിടുന്ന പെൺപിള്ളേർക്ക് അച്ഛന്മാര് സ്ത്രീധനം കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിപ്പോ കെട്ടി പിള്ളേരായ ആൾക്ക് എഴുതി വെച്ചേക്കുന്നതോ ഒരു മോതിരം. ഹിമാലയ സാനുക്കളുടെ തപസ്സിരുന്ന് കിട്ടിയതായിരിക്കും ആ മോതിരം. ഒരു കാര്യം ചെയ്യ, അതിനോട് 5 ലക്ഷം രൂപ പെട്ടിയിലാക്കി തരാൻ പറ. നമുക്ക് അങ്ങ് ആഘോഷിക്കാം. അച്ഛന്റെ സമ്പാദ്യമല്ലേ. വീട് പണി പൂർത്തിയാക്കാനും പറഞ്ഞാലും കേൾക്കില്ലായിരുന്നു. ഏത് നേരത്താണാവോ വല്ല വെട്ടിക്കാത്ത ഒരു 5 ലക്ഷം രൂപ ഇങ്ങോട്ട് അയച്ചാ പോരാന്ന് വെച്ചാ. ഇനി ഇവിടിരുന്നാ ശരിയാവൂല. വല്ല വഴിക്ക് ഇറങ്ങി പോകാം. താക്കോലെന്തി വണ്ടിയിലുണ്ടോ? ഇല്ലല്ലോ. ചേട്ടാ ഇവിടെ സാധനം വെച്ച് പണത്തില്ല. എന്താ അല്ലേലും ഈ പശുവിനെ തീറ്റി ചാണകം വാരി തീരാനുള്ള ജീവിതം എന്റെ. നിങ്ങൾ എത്ര എഴുതി കുത്തിക്കൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഈ വീട് നന്നാവാൻ പോണില്ല. ആദ്യം നിങ്ങൾ സഹോദരങ്ങൾ തമ്മിലുള്ള വഴക്ക് നിർക്കണം. എന്നിട്ട് എങ്ങനെയെങ്കിലും ആ സ്വത്ത് കൈക്കലാക്ക്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഞാൻ ദേവൻ. ഞാൻ കൃഷ്ണൻ. ഞങ്ങൾ 2 അല്ല 3 ഒരൊറ്റ തന്തയ്ക്ക് പറഞ്ഞ 3 മക്കൾ. മൂന്നാമന് പിന്നെ കുടുംബം വെക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വരില്ല. കാരണം കുടുംബമുള്ളിടത്താണ് പ്രശ്നങ്ങളുള്ളത്. പ്രശ്നങ്ങളുള്ളിടത്താണ് ആവശ്യങ്ങളുള്ളത്. ആവശ്യങ്ങളുള്ളിടത്ത് അത് പരിഹരിക്കാൻ ഒരു സാധനം വേണം. അതാണ് പണം.